സോ ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് CO2 ഫയർ എക്സ്റ്റിങ്ക്വിഷർ കൺഫൈൻഡ് സ്പേസിൽ ഉപയോഗിക്കാത്തത്. ഇത് ശരിക്കും ഒരു ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ നിങ്ങൾ എൻഷുർ ചെയ്യണം കൺഫൈൻഡ് സ്പേസിൽ ഏത് എക്സ്റ്റിങ്ക്വിഷറാണ് വെച്ചേക്കുന്നത് എന്നുള്ളതും നിങ്ങൾ എൻഷുർ ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അതിൻ്റെ റീസൺ എന്നുള്ളത്. നമുക്കറിയാം കൺഫൈൻഡ് സ്പേസ് എന്ന് പറയുമ്പോൾ ഒരു സബ്സ്റ്റാൻഷ്യലി എൻക്ലോസ്ഡ് ഏരിയ ആണ്. അതേപോലെ തന്നെ അതിനകത്ത് ഒരുപാട് ഹസാർഡ്സ് ഉണ്ട്. അതിലൊരു പ്രൈമറി ഹസാർഡ് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ഓക്സിജൻ ആണ്, അല്ലേ? അതായത് ഓക്സിജൻ്റെ അഭാവം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു CO2 ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം കൺഫൈൻഡ് സ്പേസ് ആയതുകൊണ്ട് അത് പാർഷ്യലി അല്ലെങ്കിൽ ഫുള്ളി ചിലപ്പോൾ കവേർഡ് ആയിട്ടുള്ള ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുകയും എപ്പോഴാണോ നമ്മൾ ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഉപയോഗിക്കുന്നത് ആ ടൈമിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുകയും ഓക്സിജൻ്റെ അളവ് കുറയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കൺഫൈൻഡ് സ്പേസിലുള്ള ആൾക്കാർ, ഇൻക്ലൂഡിങ് വർക്കേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ റെസ്ക്യൂ ഉള്ള ആൾക്കാർക്കോട്ടെ, നമ്മളത് എക്സ്റ്റിങ്ക്വിഷ് ചെയ്യുന്ന സമയത്ത് അതിൽ മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ ഒരുപാടാണ്. അതായത് ലാക്ക് ഓഫ് ഓക്സിജൻ മൂലം ചിലപ്പോൾ ആൾ ഡെത്തിലാവാം, അല്ലെങ്കിൽ കൊളാപ്സായി വീഴാം, സഫോക്കേറ്റ് ആവാം, പല പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ CO2 ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് ഉപയോഗിക്കാത്തത്. മെയിൻലി നമ്മൾ ഉപയോഗിക്കുന്നത് DCP ആണ്, ഡ്രൈ കെമിക്കൽ പൗഡർ. സോ ആസ് എ HSE ഓഫീസർ നമ്മൾ തീർച്ചയായിട്ടും എൻഷുർ ചെയ്തിരിക്കണം കൺഫൈൻഡ് സ്പേസിൽ പ്രോപ്പറായിട്ടുള്ള ഫയർ എക്സ്റ്റിങ്ക്വിഷർ പ്ലേസ് ചെയ്തിട്ടുണ്ടോ എന്ന്. സോ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.